മാഡം, മാഡം, അമ്മ അനാഥാശ്രമം ഇതല്ലേ? അതെ സർ, ഇതാണ് അമ്മ അനാഥാശ്രമം. മിനിഞ്ഞാന്ന് നിങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു. കുട്ടികളില്ലാത്തവര് അനാഥ കുട്ടികളെ ദത്തെടുത്ത നമ്മുടെ അനാഥാശ്രമം കാലിയാകുമെന്ന് വിചാരിച്ചു. പക്ഷെ ആരും മുന്നോട്ട് വരുന്നില്ല. അതെ, ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടപ്പോ ഒരു അനാഥ കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന് കരുതിയാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ. എന്റെ ഭാര്യ ഒരു അനാഥയായി എത്ര കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് നന്നായി അറിയാം മാഡം. ഞങ്ങൾ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ദത്തെടുത്തോട്ടെ. എനിക്കറിയാം, കണ്ണു കാണാത്തവരായതുകൊണ്ട് ഇവരെ കൊണ്ട് എങ്ങനെ കുഞ്ഞിനെ വളർത്താൻ കഴിയുമെന്ന് ആലോചിക്കുകയാണോ? അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ കുട്ടികളെ ദത്തെടുക്കാൻ പാടില്ലേ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. നിങ്ങളെപ്പോലത്തെ നല്ല മനസ്സുള്ള ആൾക്കാരെ കാണുമ്പോ എന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ അനാഥ കുട്ടികളെ ഉണ്ടാവില്ലായിരുന്നു. അവർക്ക് വന്ന ചിന്ത പോലും ഞങ്ങൾക്ക് ഇല്ലാതെ പോയി. എന്നോട് ക്ഷമിക്കുക. ഞങ്ങളുടെ കുഞ്ഞിന് ജീവനോടുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ ചെയ്ത സഹായമാണ് മാഡം. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. അതേ സന്തോഷം എന്റെ പെങ്ങൾക്ക് വളിയനും കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഈ തീരുമാനം എടുത്തത്. ഒരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ആയിരിക്കാൻ ആ കുഞ്ഞ് നമുക്ക് ജനിക്കണമെന്നില്ല. സ്നേഹത്തോടെ അമ്മയെന്ന് വിളിക്കാൻ ഒരു കുഞ്ഞു മതി. അതിനാണ് ഞാൻ ദത്തെടുക്കാൻ വന്നത്. താങ്ക്സ്. നോക്കൂ കുട്ടി, അനാഥ കുട്ടികൾക്ക് ജീവിതമാർഗവും സെക്യൂരിറ്റിയും എല്ലാം നൽകുന്നത് എന്റെ ജോലിയല്ല. ഇതിന് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും ഓർഡർ വരണം. 2 വർഷങ്ങളായി ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിന്റെ വായ മാത്രമല്ല ചെവിയും പോയെന്നാ തോന്നുന്നത്. ആരോ 2 പേർ സ്നേഹിച്ച് കുട്ടികളെ ഉണ്ടാക്കി തെരുവിൽ വിട്ടേച്ച് പോയാൽ അവരെ സംരക്ഷിക്കണമെന്നും പറഞ്ഞ് നീ എന്നെ ടോർച്ചർ ചെയ്യാ. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? അവരെ കൊണ്ട് ഈ രാജ്യത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നീ 60 വയസ്സായ കിഴവിയല്ല, 20 വയസ്സുള്ള പെണ്ണിനെ പോലെ ചിന്തിക്കും. എനിക്ക് സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അമ്മയെ ഞാൻ ചീത്ത വിളിച്ചേനെ, നിന്നെയൊക്കെ ഉണ്ടാക്കിയതിന്. ഇവളുടെ ദേഹം മുഴുവൻ അഹങ്കാരമാണ്. അതുകൊണ്ടാണ് ദൈവം ഇവളുടെ ഓഡിയോ കട്ട് ചെയ്തത്.